ഓക്കെ, അപ്പം ന്യൂക്ലിയർ മോഡൽസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ നേരിടുന്ന പല പല പ്രശ്നങ്ങളുണ്ട്. അതായത് ദ മേജർ പ്രോബ്ലം വാസ് ദ ബിഹേവിയർ ഓഫ് nuclear potential or nuclear force potential or in turn the nuclear force. ഇതിന് ഭയങ്കര എന്താ പറയുക ക്യൂരിയസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് പല സമയത്തുണ്ട്. ഓക്കെ, ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ വൈ വി ആർ നോട്ട് ടേക്കിംഗ് ഹൈഡ്രജൻ ആസ് ദ സിംപ്ലസ്റ്റ് ന്യൂക്ലിയസ് rather than we go for a deuteron, because the presence of second nucleon only give rise to the nuclear force. Okay, ഇലക്ട്രോമാഗ്നറ്റിക്കിനെ പോലെ ഒരു പാർട്ടിക്കിൾ മാത്രം വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ യു നീഡ് another nucleon. Okay, another nucleon കൂടെ നിങ്ങൾക്ക് വേണം. So this is a proton, maybe this is a neutron. Okay, so the only the second neutron themselves create a potential here. ഇത് വരുമ്പോഴാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം അവിടെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്: the nucleons move in a potential that they themselves create. Nucleons move in a potential that they themselves creates. Okay, another idea is that suppose നമുക്ക് ഇവിടെ ഇപ്പം ഒരു ന്യൂക്ലിയോൺ ഉണ്ട്, ഇവിടെ ന്യൂക്ലിയോൺ ഉണ്ടെന്ന് വയ്ക്കാം. മൂന്നാമത്തെ ഒരു ന്യൂക്ലിയോൺ ഇവിടെ വന്നു. ഓക്കെ, ഈ മൂന്നാമത്തെ ന്യൂക്ലിയോൺ സ്വാഭാവികമായിട്ടും ആ ന്യൂക്ലിയോൺ ഇതും തമ്മിലുള്ള ഒരു അകലത്തിനെയും ഇതും തമ്മിലുള്ള അകലത്തിനെയും സ്വാധീനിക്കുന്നുള്ളത് ദാറ്റ് ഈസ് വെരി ട്രൂ, അല്ലേ? ദാറ്റ്സ് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഓൾസോ. ഓക്കെ, ബട്ട് this force will also depend on the relative positions of these two also. Okay, അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ R1-ലും R2-ലും ആണ്. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ പുട്ട് ഇറ്റ് എനിവർ ഹിയർ ഇൻ ദ സർക്കിൾ, അല്ലേ? R1 R2 എവിടെ വേണമെങ്കിലും വയ്ക്കാം. പക്ഷേ അപ്പോഴൊക്കെ ഇതിനുണ്ടാവുന്ന ന്യൂക്ലിയർ ഫോഴ്സ് ഡിഫറെൻ്റ് ആണ്, കാരണം that also depends on the relative position of the other two. Okay, so that also make this nuclear potential a little bit different from the other ones. Okay, ഓക്കെ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. സോ in a three body case, ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. in a three body case, okay, the force on nucleon 1 not only depends on the individual positions of 2 and 3, it contains an additional contribution that arises from the correlation of the positions of nucleons 2 and 3. Okay, so such forces have no classical analog. That is also important. Such forces, so these are all very quantum mechanical origin. Such okay, അപ്പം അങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യലിനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫോഴ്സിനെയാണ് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? യു ഹാവ് ടു പ്രിപ്പയർ എ ഗുഡ് മോഡൽ. ഓക്കെ, സോ ദർ ആർ some simplified views are there. A successful model must satisfy two criteria. ഓക്കെ, നമ്മളിവിടെ ടെക്സ്റ്റിൽ അങ്ങനെ സാധനം പറയുന്നത് സക്സസ്ഫുൾ മോഡൽ must satisfy two criteria, and the first one is it must reasonably well account for the previously measured nuclear properties. Okay, it should well account the measured nuclear properties. Okay, and the second one is it must predict additional properties that can be measured in new experiment. Okay, so it should also predict
predict uh, uh, the additional properties that can be measured. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗുഡ് മോഡലിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് സച്ച് വൺ മോഡൽ ഈസ് വാട്ട് വി കോൾ ദി ഷെൽ മോഡൽ. അങ്ങനെയുള്ള ഒരു മോഡലിനാണ് നമ്മളിത് വിളിക്കുന്നത്. സോ വാട്ട് വി കോൾ എ ഷെൽ മോഡൽ. ഈ എല്ലാതരം ക്വാണ്ടം മെക്കാനിക്കൽ മോഡലുകളും ഇങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് അതുവരെ നിലനിൽക്കുന്ന എക്സ്പെരിമെൻ്റൽ സെറ്റപ്പുകളെ, എക്സ്പെരിമെൻ്റൽ റിസൾട്ടുകളെ സാധൂകരിക്കുന്ന തിയറി മേക്ക് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഫോർ എക്സാമ്പിൾ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വാസ് കറക്റ്റ് ഇൻ ദാറ്റ് സെൻസ് ബിക്കോസ് ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം വെരി വെൽ. ഓക്കെ, സോ നമുക്കറിയാം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇസ് നോട്ട് റിലേറ്റിവിസ്റ്റിക്. There are relativistic corrections for Schrodinger equations, but still it is up to a precision it's good for the hydrogen atom and all. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഷെൽ മോഡലും ഇതുപോലെ എങ്ങനെയാണ് കാര്യങ്ങളെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഈ ഷെൽ മോഡലിലേക്ക് വരാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ദി ഐഡിയ ഓഫ് മാജിക് നമ്പേഴ്സ് ആണ്. Why we are taking shell model? Because the idea of magic numbers. So you all know what are magic numbers are. I mean, magic numbers is a certain number of nucleons. Number of nucleons ulla that is either Z or N, having number of protons or number of neutrons having this number, that is certain numbers having extra stability, that is 2, 8, 20, 28, 50, 82 and 126. നിർബന്ധമായിട്ട് പഠിക്കണം, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഈ നമ്പർ ഉള്ള ന്യൂക്ലിയോൺസ് either Z or N, okay, shows extra stability. They are highly stable and all. Okay, and if you plot the stability versus some number, you can see some spikes at this point. Okay, so ഈ ഒരു വാല്യൂവിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റെബിലിറ്റി ഇങ്ങനെ കൂടുന്നതായിട്ടുള്ള സ്പൈക്കിംഗ് ആയിട്ടുള്ള ബിഹേവിയർ കാണാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ദിസ് ഇസ് അറ്റ് Z equal to 2, this is at Z equal to 8, at 20, etc. Okay, മാത്രമല്ല, we have already mentioned this kind of extra stability by looking at the neutron and proton separation energy. അത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അന്ന് ഞാനിത് പറഞ്ഞിരുന്നു. ന്യൂട്രോൺ പ്രോട്ടോൺ സെപ്പറേഷൻ എനർജിയെ കുറിച്ച് നോക്കിയ സമയത്തും ഇതുപോലെ, സോ ഫോർ എ പർട്ടിക്കുലർ ന്യൂക്ലിയസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമൂവ് ദി 8th nucleon, but it is easy to remove the 9th nucleon. The separation energy of the removal of the 9th nucleon is much smaller than that of an 8, because 8 is having actually sufficiently locked a complete filled shell, but the 9th will be a little bit more free in the new shell. So this is easy to pick the 9th one rather than that of an 8th one. അപ്പം അങ്ങനെ ഈ എല്ലാ നമ്പറുകളുടെയും ആ ജങ്ചറിൽ ഇതുപോലത്തെ ഒരു പ്രോട്ടോൺ ന്യൂട്രോൺ സെപ്പറേഷൻ എനർജിക്ക് വലിയ വ്യത്യാസം, ലാർജ് ഡിഫറൻസ് കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ലീഡിങ് ടു ദി ഐഡിയ ഓഫ് എ ഷെൽ മോഡൽ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി നിയർ ടു ദിസ് മാജിക് നമ്പേഴ്സ്, ഇൻ ആൻഡ് അറൗണ്ട് ദി മാജിക് നമ്പേഴ്സ്. സോ ദാറ്റ് ആൾസോ ലീഡ്സ് ടു ദി അപ്പം പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലെ കുറച്ച് ഫിഗറുകളുണ്ട്. ആ ഫിഗറുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ആ ഫിഗറുകളെല്ലാം കാണിക്കുന്നത് ദി അയണൈസേഷൻ എനർജി വേഴ്സസ് Z, ദി പ്രോട്ടോൺ ന്യൂട്രോൺ സെപ്പറേഷൻ എനർജി വേഴ്സസ് Z. അതിൻ്റെയൊക്കെ രണ്ട് ഗ്രാഫുകളുണ്ട്. ഫിഗർ 5.1, ഫിഗർ 5.2. ഓക്കെ, അതിൽ ഒന്ന് കാണിക്കുന്നത് അയണൈസേഷൻ എനർജി വേഴ്സസ് Z ആണ്. ഓക്കെ, അയണൈസേഷൻ എനർജി വേഴ്സസ് Z വരയ്ക്കുന്ന സമയത്ത് യു ക്യാൻ സീ സം പീക്സ്.
ഇങ്ങനെ പീക്ക്. അപ്പോൾ പീക്കിലുള്ളതിന് അയനൈസേഷൻ എനർജി ഡിഫറൻസ് മറ്റേതുമായിട്ട് ഡിഫറൻസ് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഒന്ന്. രണ്ട്, ഈ പ്രോട്ടോൺ ന്യൂട്രോൺ സെപ്പറേഷൻ എനർജിയിലും നിങ്ങൾക്ക് യു ക്യാൻ ഫൈൻഡ് ദി ജെർക്സ് അറ്റ് സർട്ടൻ പോയിന്റ്സ്. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ആ ചിത്രം അങ്ങനെ കൃത്യമായിട്ട് പഠിക്കുന്നു വേണ്ട. നമ്മൾ എന്താണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ സെപ്പറേഷൻ എനർജി ഇതിനൊക്കെ വളരെ കൂടുതലായിരിക്കും, അത് കഴിഞ്ഞ് വരുന്ന പിന്നെയും കുറഞ്ഞു വരും, വീണ്ടും അടുത്ത നമ്പർ എത്തുമ്പോൾ വീണ്ടും കൂടുതലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ട്രൈ ടു ലേൺ, ഡ്രോ ദിസ് ടു ഫിഗേഴ്സ് വിച്ച് ഇസ് വെരി, ഈ പറയുന്ന സാധനം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഓക്കെ ഓക്കെ Okay, I would like to add a paragraph of this shell. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു, അപ്പോൾ ഇങ്ങനൊരു ഷെൽ സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനൊരു ഷെൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഡെഫിനിറ്റ് സ്പേഷ്യൽ ഓർബിറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓഫ് കോഴ്സ്, കാരണം നമുക്കറിയാം ഇതെല്ലാം ആരാണ്, ഇങ്ങനത്തെ ഷെല്ലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാവരും സ്പേഷ്യൽ ഷെൽസ് നമുക്ക് ഉണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഒബേ ദിസ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ബിക്കോസ് ദേ ആർ ഓൾ ഫെർമിയോൺസ്. അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ ആ സ്റ്റേറ്റിൻ്റെ ഡിജനറസി ഒക്യുപ്പൈ ചെയ്യുന്ന അത്രയും എണ്ണം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് നെസസറിലി ടു, ബിക്കോസ് ദേ മൈറ്റ് ബി ഡിജനറേറ്റിംഗ്. ഇതിന് പല എൽ വാല്യൂസ് ഉണ്ടാവും, ഡിജനറേറ്റിംഗ് ആയിരിക്കും. അങ്ങനെയുള്ളതുകൊണ്ട് ദർ ആർ സർട്ടൻ നമ്പർ ഓഫ് അലൗഡ് വാല്യൂസ് ഫോർ ദിസ്. മീൻസ് നോട്ട് ഓൾ ക്യാൻ അക്കോമഡേറ്റ് ഇൻ എ സിംഗിൾ, ബട്ട് ദർ ആർ അലൗഡ് വാല്യൂസ് ഓഫ് നമ്പേഴ്സ് ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ എ സിംഗിൾ ഈച്ച് ആൻഡ് എവറി ഷെൽ. ഓക്കെ, അപ്പം അങ്ങനെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്തുകൊണ്ട് ഈ ഷെല്ലിൽ ഇങ്ങനെ ന്യൂക്ലിയോൺസ് ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. കൺസിഡർ ഇൻ എ ഹെവി ന്യൂക്ലിയസ് എ കൊളീഷൻ ബിറ്റ്വീൻ ടു ന്യൂക്ലിയോൺസ് ഇൻ എ സ്റ്റേറ്റ് നിയർ ദി വെരി ബോട്ടം ഓഫ് ദി എനർജി. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ഒരു ന്യൂക്ലിയോൺസിൽ ഈ രണ്ട് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വന്നിട്ട് ഇതിന് ഇടിക്കുകയോ ഇതിനൊരു എനർജി കിട്ടുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, so when the nucleons collide they will transfer energy to one another, but if all the, അപ്പോൾ ഇവിടുന്ന് എനർജി കിട്ടിക്കഴിഞ്ഞില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം, അത് മുകളിലേക്ക് പോവുകയാണ് വേണ്ടത്. ഓക്കെ, പക്ഷേ all the energy levels are filled up to the, ഇവിടെയൊക്കെ എന്താണ്, ഇത് ഫിൽഡ് ആണ് up to the valence nucleons, but there is no way one of the nucleons to gain energy except to move up to a valence level. ഇങ്ങനെ മുകളിലേക്ക് പോവുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് വേറെ എനർജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡുകളൊന്നും ഇല്ല. ഓക്കെ, പക്ഷേ ഈ ഏറ്റവും മുകളിലേക്ക് പോകാന്ന് പറയുന്നത് എന്താണ്, ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ദി അതർ ലെവൽസ് ആർ ഒറിജിനൽ ലെവൽസ് ആർ ഫിൽഡ് ആൻഡ് കനോട്ട് ആക്സെപ്റ്റ് എൻ അഡീഷണൽ ന്യൂക്ലിയോൺ. സോ സച്ച് എ ട്രാൻസ്ഫർ ഫ്രം എ ലോ ലൈങ് ലെവൽ ടു ദി വാലൻസ് ബാൻഡ് റിക്വയർസ് മോർ എനർജി ദാൻ ദി ന്യൂക്ലിയർ കൊളീഷൻ. ഇവിടെ രണ്ടെണ്ണം തമ്മിൽ ഒരു കൊളീഷൻ ഉണ്ടായി എങ്കിൽ ആ കൊളീഷന് കൊടുക്കുന്ന എനർജി ഏത് എനർജി ആയിരിക്കണം, ഇവിടുന്ന് എനർജി പാർട്ടിക്കിൾ ഏറ്റവും മുകളിൽ എത്താനുള്ള എനർജി ആയിരിക്കണം. കാരണം ഇവിടെ ഒന്നും വേക്കൻസി ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാനതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അതായത് അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ കൊളീഷൻസ് ഒന്നും നടക്കില്ല എന്നാണ്, ഇങ്ങനത്തെ എനർജി കൊളീഷൻസ് നടക്കില്ല. ഓക്കെ, സോ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദിസ്: nucleons can indeed orbit as if they were transparent to one another. Okay, this collision can't occur. The nucleons can indeed orbit as if they are transparent to one another. ഞാനിത് പറയാൻ കാരണം ഇത് ഈ ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിൽ ഉണ്ടാകുന്ന ചില എന്താ പറയുക ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, why we are expecting such a collisions here? Because this is a very dense object അല്ലേ. നമ്മൾ ആറ്റത്തിൽ ഇലക്ട്രോൺ എന്ന് പറയുന്ന പോലെ അല്ല ഒരു ന്യൂക്ലിയസിനെ പറ്റി പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ വളരെ ചെറിയ ഒരു റേഡിയസിൻ്റെ ഉള്ളിലിരിക്കുന്ന സംഭവമാണ് ന്യൂക്ലിയസ്. ഓക്കെ,
സോ ഓഫ് കോഴ്സ് ദർ ആർ പോസിബിലിറ്റീസ് ഫോർ കൊളീഷൻസ്. ഇലക്ട്രോണിക്കൽ കൊളീഷൻ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ പ്രോബബിലിറ്റി കൂടുതൽ എവിടെ ഉണ്ടാവും? ന്യൂക്ലിയർ കൊളീഷൻ ഉണ്ടാവും. പക്ഷേ ന്യൂക്ലിയർ കൊളീഷൻ ഉണ്ടെങ്കിൽ തന്നെ ആ കൊളീഷൻ എനർജി എന്ത് ചെയ്യണം? അവിടെ ഒന്നും അതിനെന്തില്ല, ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഇറ്റ് ഹാസ് ടു ഗോ ടു ദി ഫൈനൽ ലെവൽ ബിക്കോസ് ഓഫ് ദി പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ അത്ര എനർജി കൊടുക്കാനുള്ള കൊളീഷനും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് they will not collide, and that is what we call this, as if they are moving transparent to one another. So these are all the additional beauties of the quantum world ൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പാരൻ്റ് ആയി പോകുന്ന അങ്ങനത്തെ പല പല പ്രോസസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പൊട്ടൻഷ്യലാണ്, അതിൻ്റെ ഒരു വേവ് ഫങ്ഷനാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ സോ നൗ ലെറ്റ് us look at the potential. നമുക്ക് ഇനി എന്താണ് ഷെൽ മോഡൽ പൊട്ടൻഷ്യൽ, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വി ആർ ഗോയിങ് ടു റൈറ്റ് ദി ഷെൽ മോഡൽ potential. This is going to write the shell model potential. Okay, so ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മളെപ്പോഴും വി വിൽ റിലേ ഓൺ ദി ബേസിക് തിങ്സ്. നമുക്ക് പണ്ട് പഠിച്ച നമ്മൾ കുറേ പൊട്ടൻഷ്യലുകൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? മിനിമം ആയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അതിലൊന്ന് ഈ പറയുന്ന ഒരു ഇൻഫിനിറ്റ് വെല്ലാണ്. ഇൻഫിനിറ്റ് വെൽ, ഓക്കെ, maybe a three-dimensional infinite well. Okay, another one we have learned is some sort of harmonic oscillator. Of course a three-dimensional harmonic oscillator. Okay, ഇവരുടെയൊക്കെ എനർജി ലെവലുകൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, ഇവരുടെയൊക്കെ എനർജി ലെവൽസ് എന്താണെന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, 3-dimensional പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ 3-dimensional ആണ്. സോ യു ഹാവ് nx, ny and nz is equal to nx square plus ny square plus nz square into pi square h cross square by 2ml square ആണ് നമ്മുടെ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ ഓഫ് 3-dimensional എനർജി. ഓക്കെ. Similarly, for a harmonic oscillator, it is same as nx, ny and nz are nx plus ny plus nz plus 3/2 into h cross omega. Okay, of course the things you need to note here is the length of the well, which is factor which is governing the energy here, as well as of course the mass of the particle. Here it is the angular frequency of the potential. Okay, വെൽ, ഈ രണ്ടെണ്ണത്തിലും നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ലോവസ്റ്റ് ലൈങ് എനർജി ലെവലുകൾ എന്ന് പറയാം. നമുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇവിടെ എന്നിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് n is equal to nx ആണെങ്കിലും ny ആണെങ്കിലും nz ആണെങ്കിലും 1 തൊട്ട് 1 2 3 എക്സെട്രയാണ് പൊട്ടൻഷ്യൽ വെല്ലിൽ നമ്മൾ എടുക്കുന്ന n. ഓക്കെ, ഹാർമോണിക് ഓസിലേറ്ററിലാണെങ്കിൽ n നമ്മളെങ്ങനെ എടുക്കുക? nx, ny, nz എന്ന് പറയുന്നത് 0 1 2 3 എക്സെട്രയാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി, ഇതിൻ്റെ ലോ ലൈങ് മോഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും, അതിൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് ഏതായിരിക്കും, ഇതിൻ്റെ ലോ ലൈങ് മോഡ് ഏതായിരിക്കും, ഇതിൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് ഏതായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി നിങ്ങളെല്ലാവരും. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എല്ലാവർക്കും ഏറ്റവും മിനിമം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മിനിമം പോസിബിൾ വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുന്നത്. സോ ദർ കംസ് ഡീജനറസി ആൻഡ് ഓൾ. ജസ്റ്റ് ട്രൈ ടു ഡ്രോ, ജസ്റ്റ് ട്രൈ ടു റൈറ്റ്. ഓക്കെ, ഞാൻ തന്നെ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പം 3-dimensional വെല്ലാണെങ്കിൽ nx equal to 0, nx equal to 1, ny equal to 1, nz equal to 1 ആണ് നമ്മുടെ മിനിമം എനർജി വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു
9 pi square h cross square 9 അല്ല അല്ലേ 3 yeah exactly 3 pi square h cross square by 2 ml square വരും. Okay, so what is it? So this is a single state. So what is its first excited state? First excited state എന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് 2 ആയാൽ മതി. nx equal to 2, ny equal to 1, nz equal to 1 ആവുന്ന സമയത്ത് തന്നെ എനർജി എന്ന് പറയുന്നത് എത്ര വരും? 6 pi square h cross square by 2 ml square വരും. So this is degenerate because this can be achieved by nx equal to 1, ny equal to 2, nz equal to 1 ആണെങ്കിലും പറ്റും, nx equal to 1, ny equal to 1, nz equal to 2 ആണെങ്കിലും പറ്റും. Okay, so all these three states are corresponding to same energy. So this is a threefold degenerate. Okay, the threefold degenerate state ആണ്. Okay, അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മളിവിടെ പാർട്ടിക്കിൾസിനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പാർട്ടിക്കിൾസിനെ ഫില്ല് ചെയ്യാം? നമുക്ക് ഈ രണ്ടെണ്ണം വെച്ച് ഫില്ല് ചെയ്യാം. ബിക്കോസ് വി ഹാവ് ഇൻ ടേക്കൺ ദ സ്പിൻ പാർട്ട് യെറ്റ്, ബിക്കോസ് ദ സ്പിൻ ക്യാൻ ബി ആൻറ്റിസിമെട്രിക്. ഓക്കെ, സോ നമുക്കിവിടെ രണ്ടെണ്ണം വെച്ചു, ഇവിടെ രണ്ടെണ്ണം വയ്ക്കാം. ഇത് ഡിജനറേറ്റിംഗ് ആണ്, രണ്ടെണ്ണം വയ്ക്കാം. ഓക്കെ, സോ ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കി. ഈ ലെവലിൽ ഇവിടെ എത്ര വരുന്നത്? എത്ര പാർട്ടിക്കിൾസ് വരുന്നുണ്ട്? 2. ഇവിടെ എത്ര വരുന്നുണ്ട്? 6. അപ്പോൾ 6 2 കൂടെ 8. ഓക്കെ, സോ നോക്ക്, നമ്മുടെ പഴയ മാജിക് നമ്പറിലേക്കാണ് നമ്മൾ പോകുന്നത്. 2 8 അങ്ങനെയാണ് പോകുന്നത്. മേ ബി അടുത്ത സ്റ്റേറ്റും കൂടെ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഓക്കെ, അതിൻ്റെ അർത്ഥം ഏത് ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യലുകളും ലോ ലൈയിങ് മോഡുകളിൽ ഈ മാജിക് നമ്പറിന് കറസ്പോണ്ടിങ് ആണ്. എന്നോട് പറയാം, ഏത് ഇങ്ങനത്തെ പൊട്ടൻഷ്യലുകളും അതിൻ്റെ ലോ ലൈയിങ് മോഡുകളിൽ അതിൻ്റെ നമ്പറുകൾ എക്സാക്ട്ലി ഗിവിങ് യു ദ മാജിക് നമ്പേഴ്സ്. ബട്ട് if you go further, it will definitely deviate from the 3 dimension. അതിൻ്റെ അർത്ഥം എന്താണ്? ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ഒരു എക്സാക്ട്ലി ഒരു 3 dimensional വെൽ അല്ല. ഓക്കെ, ഇതേപോലെ യു ക്യാൻ ഓൾസോ റൈറ്റ് ദ കേസ് ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഓസിലേറ്ററിന് എഴുതി എന്താ വരിക? nx plus ny plus nz plus 3/2 h cross omega ആണ്. സോ ദ ലോവസ്റ്റ് ലൈയിങ് മോഡ് is equal to nx equal to 0, ny equal to 0, nz equal to 0. So the energy will be 3/2 h cross omega. Okay, so what will be the first excited state? There will be one quantity will be 1, nx equal to 1, ny equal to 0, nz equal to 0. So you will get an energy which is equal to 5/2 h cross omega. But that energy can also be accommodated by this nx equal to 0, ny equal to 1, nz equal to 0 ആവാം, or nx equal to 0, ny equal to 0, nz equal to 1 hour. So these 3 states corresponding to the same energy. Okay, so this also the first one was single filled. This is again a threefold degenerate case. So even if you put the particles, you can have 2 particles in the ground state, and you can have 6 particles in the first excited. Here also you can repeat the 2. Here 6 plus 2, that is 8, 2 and 8. So all the low lying modes of 3-dimensional well or harmonic oscillator exactly reproduces the first 2 magic numbers. Okay, but if you go further, you will not get the same magic numbers back. അതിൻ്റെ അർത്ഥം ഇത് 3-dimensional വെല്ലും അല്ല, ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഇതിന് രണ്ടിനോട് സമാനമായിട്ട് എന്നാൽ കുറച്ച് വാരി ചെയ്തിട്ട് ഇവർ എഴുതുന്ന ഒരു എംപിരിക്കൽ ഒരു പൊട്ടൻഷ്യലാണ് നമുക്ക് ഇനി ഉള്ളത്. ഓക്കെ, ആ പൊട്ടൻഷ്യൽ അതിനെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് സംവാട്ട് ലൈക്ക് എ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ, ബട്ട് ഇറ്റ് ഹാസ് സം കർവി എൻഡ്സ് ഇൻ ദി സൈഡ് വൈസ് ആൻഡ് ഓൾ. നമുക്ക് ആദ്യം ഞാൻ ആ പൊട്ടൻഷ്യൽ ഞാൻ എഴുതാം, എന്നിട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം കേട്ടോ. ഓക്കെ, സോ അങ്ങനെ എംപിരിക്കലായി പ്രപ്പോസ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഈ മാജിക് നമ്പേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു പൊട്ടൻഷ്യലാണ്. ദാറ്റ് ഈസ് വി ഓഫ് ആർ ഇസ് ഈക്വൽ ടു some minus v0 divided by 1 plus exponential r minus capital R over a. ആരെങ്കിലും ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കി.
ഓക്കെ, ഇതിൽ തന്നെ വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കാം. നോക്കട്ടെ. So yeah, minus fraction here I put -1 divided by 1 plus exponential sum x minus 2 divided by some length, maybe some 3. We can negotiate it. I can display. Yeah, ഇതാണ് നമ്മുടെ ഗ്രാഫ്. അതിൽ ഇത് മാത്രം നോക്കിയാൽ മതി, കാരണം 6ലാണ് വരയ്ക്കേണ്ടത്. അപ്പം 0 നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഫിഗർ. അപ്പോൾ അതിനെ നമുക്ക് ഐ ക്യാൻ അറേഞ്ച് ദിസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 2 ഈ ക്യാപിറ്റൽ R A V0യുടെ വാല്യൂ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ മാറി വരും. ഓക്കെ, എന്തായാലും നമുക്ക് ടെക്സ്റ്റിൽ വരച്ചിരിക്കുന്ന ഫിഗറുമായിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്യാം. സോ ദിസ് ഇസ് So this is the graph drawn there. Maybe you have a minus V0 here. Okay, so minus V0 here. Of course, this is somewhat the R. Okay, then it goes to 0 by some asymptotically. Okay, this is 0 and this is your R. Okay, maybe this is your R equal to R, and there is some skin depth factor. Okay, so there is actually the realistic form for the shell model potential. I've drawn some skin depth here. ഇതിങ്ങനെ അതിൻ്റെ പീക്കിൽ നിന്ന് വേറൊരു വാല്യൂയിലേക്ക്, തീരെ കുറഞ്ഞ വാല്യൂയിലേക്ക് അതിങ്ങനെ മാറുന്ന ഒരു ദൂരം ഉണ്ടല്ലോ, അതിൻ്റെ അത് 4a log 3 ആണ്. 4a log 3, and this is called the distance over which the potential changes from its 90% to some 10%. So that's basically, this is called the skin thickness. എപ്പോഴും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അത് ഒരു 90-ൽ നിന്ന് അത് 10-ലേക്ക് വീഴുന്ന അത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുന്ന ആ ദൂരത്തിനെയാണ് നമ്മൾ എപ്പോഴും സ്കിൻ തിക്നെസ് എന്ന് വിളിക്കുക. ഇൻ മെനി കേസസ് ദിസ് വി ഡു ദ സെയിം തിങ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ പൊട്ടൻഷ്യലാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കൂ, ഇത് പൊട്ടൻഷ്യൽ വെല്ലം സമാനതയുണ്ടോ? ഉണ്ട്. ഹാർമോണിക്കോസ് സമാനതയുണ്ടോ? ഉണ്ട്. ഓക്കെ, ബട്ട് with this we constructed a new one. Okay, fine. ഇത് വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഒരു സെക്കൻഡ്.
ഓക്കെ, ഇനി ഒരു സെക്കൻഡ്. ഓക്കെ, ഇനി ഇത് ഈ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ പകരം എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഇതിൻ്റെ നേരിട്ടുള്ള അതിൻ്റെ എനർജി ലെവൽസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ടുള്ള എനർജി ലെവൽസ് നമ്മൾ പ്ലോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സാക്ട്ലി നമുക്ക് എന്ത് കിട്ടില്ല, ഈ പറയുന്ന ഷെൽ സ്ട്രക്ചറുകളുടെ ഇടയിൽ ഞാനത് കാണിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ്, so what I am talking about is the figure 5.6 of Crane. 5.6 of Crane. Okay, അപ്പോൾ അതിൽ നമ്മളിപ്പോൾ വരച്ച ആ ഇൻ്റർമീഡിയറ്റ് പൊട്ടൻഷ്യൽ, ഇതിനെ വിളിക്കുക ഒരു ഇൻ്റർമീഡിയറ്റ് പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുക. This is an intermediate potential. Of course, you can solve the Schrodinger equation using this. Schrodinger equation solve ചെയ്യാം. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനർജി ലെവൽസ് കിട്ടും. അപ്പോൾ ആ എനർജി ലെവൽസുമായിട്ട് നമ്മൾ എന്ത് കമ്പയർ ചെയ്ത് നോക്കുക, നമുക്കിപ്പം ഇവിടെ ഇങ്ങനെ കിട്ടുന്ന എനർജി ലെവൽസ് ഉണ്ടാവും. യു ഹാവ് സർട്ടൻ എനർജി ലെവൽസ് ഫോർ ദാറ്റ്. ഓക്കെ, okay, maybe energy levels are corresponding to the degeneracy and everything is occupied. Okay, അതൊക്കെ ഡിജനറസി ഒക്കെ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള നമ്മളിപ്പം പൊട്ടൻഷ്യൽ വെല്ലിനും ഹാർമോണിക് ഓസിലേറ്ററിനും വരച്ച പോലെ തന്നെയുള്ള എനർജി ലെവൽസ് കിട്ടും. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ നമ്പറുകൾ വരുന്നത് ഇങ്ങനെയാണ് വരിക. അതായത് 2, 8 ഒക്കെ ശരിയാണ്, 20, 40, 58, 92, 112. സോ ദിസ് ഇസ് നോട്ട് ദി മാജിക് നമ്പർ അല്ലേ. നമ്മുടെ മാജിക് നമ്പർ എത്രയാണ്? മാജിക് നമ്പർ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 2, 8, 20, 28, 50, 82, 126 അല്ലേ. സോ ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട്. 2, 8, 20, 40, 58, 92, 112. അപ്പോൾ എന്താണ് ആ ഡിഫറൻസ് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാമെന്നാണ് പിന്നീട് നമ്മൾ ആലോചിക്കുന്നത്. ഞാൻ അവരോട് പറയാം, നമ്മൾ കൂടുതൽ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ഇൻ്റർമീഡിയറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയത്. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് ഈസ് ദ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ. ഓക്കെ, എന്നിട്ട് വി സോൾവ് ഷ്രോഡിംഗർ ഇക്വേഷൻ ആൻഡ് വി ഫൗണ്ട് ദാറ്റ് ദീസ് ആർ ദി എനർജി ലെവൽസ് ആൻഡ് ദി അക്കോമഡേറ്റിംഗ് numbers. Okay, but this is also not true, not completely agreeing with the exact shell model structures. Okay, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു വി ഹാവ് സം സ്പിൻ ഓർബിറ്റ് ഇൻ്ററാക്ഷൻ. ഈ സ്പിൻ ഓർബിറ്റ് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് സം അഡീഷണൽ എനർജി. നമ്മൾ പെർട്ടർബേഷൻ ആയിട്ട് എഴുതുന്നതാണ് അല്ലേ സ്പിൻ ഓർബിറ്റ് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. സം mu dot b energy, this energy, this can be added to the Hamiltonian, and b can be obtained from this magnetic field, so that is coming from the angular momentum, and mu can be obtained from the spin. So this is essentially some mu dot b is something like some s dot l term. Okay, അപ്പോൾ ഈ എസ് ഡോട്ട് എൽ ടേം കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ എനർജിക്ക് പെർട്ടർബേഷൻ സംഭവിക്കും. ആ പെർട്ടർബേഷൻ കാരണം എനർജി ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ അറ്റോമിക്കിലും ഇതേപോലെ പെർട്ടർബേഷനൊക്കെ ഉണ്ട്. പക്ഷേ അറ്റോമിക്കിൽ നമ്മൾ അതിനെ പെർട്ടർബേഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം അറ്റോമിക്കിൻ്റെ കേസിൽ ഇതിന് ഉണ്ടാകുന്ന സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഈ വലിയ എനർജി ഡിഫറൻസുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. മനസ്സിലായോ? ഇവിടെ പറയാം, അറ്റോമിക്കിൻ്റെ കേസിൽ ഇവിടെ ഉണ്ടാവുന്ന ഈ സ്പിൻ ഓർബിറ്റ് കാരണം ഉണ്ടാവുന്ന ഈ ഇൻറ്ററാക്ഷൻസ്, അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ 2 എനർജി ലെവലുകളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ എനർജി ലെവലുകളെ അപേക്ഷിച്ച് വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ആ ടേമിനെ നമ്മൾ എന്ത് വിളിച്ചത്, പെർട്ടർബേഷൻ എന്ന് വിളിച്ചത്. ഓക്കെ, പക്ഷേ ഇവിടെ ഈ സാധനം എന്ന് പറയുന്നത് ഭയങ്കര ചേഞ്ചാണ്. അതായത് വെരി ഹ്യൂജ് ഡിഫറൻസ്. ഇറ്റ് മേക്സ് ഹിം ഹ്യൂജ് ഡിഫറൻസ്. ഇങ്ങനെയൊക്കെ പോകും. ഓക്കെ,
അപ്പോൾ എന്തുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതിൻ്റെയും പഴയ എനർജി ലെവലിനെക്കാട്ടി എക്സീഡ് ചെയ്യും, ഇതിനെക്കാട്ടി ലോവർ ചെയ്തിട്ട് പുതിയ സ്പെക്ട്രമാണ് നമുക്ക് കിട്ടുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, so the spin orbit interaction is no longer a perturbation in the case of a nuclear, but it would also accommodate in the Hamiltonian. മനസ്സിലായോ? അതായത് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനൊരു പെർട്ടർബേഷൻ ആക്കി ട്രീറ്റ് ചെയ്യാൻ പകരം ഇതിനെ കൂടെ ചേർത്തിട്ടുള്ള ഒരു ഹാമിൽട്ടോണിയൻ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യണം ആദ്യം തന്നെ. ഓക്കെ, അപ്പം ഇൻ്റർമീഡിയറ്റ് ഫോമിൻ്റെ കൂടെ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷനും കൂടെ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ പറയുന്ന യഥാർത്ഥത്തിലുള്ള ഷെൽ സ്ട്രക്ചർ കിട്ടും എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? ഹലോ, ഓക്കെ. അപ്പം സോ you have an intermediate potential here, and that is given by the V of r, which is equal to some minus V0 upon 1 plus exponential r minus r over a. Okay. In addition, you have to add this spin orbit coupling terms, whatever be the terms are there. You have to add those terms to the Hamiltonian. Then only you can find the exact terms. Okay. അങ്ങനെ കറക്റ്റ് ചെയ്ത് കിട്ടിയ എക്സാക്റ്റ് ടേംസ് ആണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ വി ആർ ഡയറക്ട്ലി ഗോയിങ് ടു ദാറ്റ് ടേംസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതേ ഫിഗർ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എവിടെയൊക്കെയാണ് ഈ പറയുന്ന ഫിഗറുകൾ വരുന്നത്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ദീസ് ഷെൽ സ്ട്രക്ചർ. ഓക്കെ, ഓക്കെ, ഒന്ന് കാണാതെ പഠിക്കേണ്ടി വരും ആ ഷെൽ സ്ട്രക്ചർ ഇച്ചിരി ദൂരത്തേക്കെങ്കിലും, അറ്റ്ലീസ്റ്റ് അതിൻ്റെ ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഷെൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ആംഗുലർ മൊമെൻ്റത്തിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് എസ്, പി, ഡി, എഫ്, ജി, എച്ച് അങ്ങനെ പോകും. ഓക്കെ, ഓഫ് കോഴ്സ് ദിസ് എസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു എൽ ഈക്വൽ ടു 0, P corresponding to L equal to 1, D corresponds to L equal to 2, F corresponds to L equal to 3, and so on. So, okay. Of course, there is spin angular momentum, that is plus or minus half. Okay. ഇതെല്ലാം വെച്ചിട്ടുള്ള ഞാൻ ഷെൽ സ്ട്രക്ചറാണ് ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോ. Okay, that is ഓക്കെ. ഇത് വെറുതെ ഞാൻ ബ്ലാങ്ക് ആയിട്ട് എഴുതിയിരിക്കുകയല്ല, അതിന് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കിക്കോ. സോ ദീസ് ആർ ദി അൾട്ടിമേറ്റ് ഷെൽസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഗോയിങ് ടു റൈറ്റ് ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് ദിസ് ഈസ് ദ 1s. ഓക്കെ, 1sൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നോക്കണം. 1sൽ എത്ര ന്യൂക്ലിയോൺ ഇരിക്കാൻ പറ്റും എന്നെല്ലാം നമുക്ക് നോക്കണം. അതിന് we should write the total angular momentum here. ഓക്കെ, അപ്പോൾ എസിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻ്റം എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് നോക്കണം. അതെ, എസിൻ്റെ എന്ന് പറയുന്നത് എസിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സ്പിൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ദറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് ഹാഫ് ആണ്. അപ്പം ടോട്ടൽ ജെ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എൽ പ്ലസ് എസ് ടു മോഡുലസ് ഓഫ് എൽ മൈനസ് എസ് വിത്ത് ഇൻറ്റിജർ ഡിഫറൻസ് ആണ്. സോ യു ക്യാൻ ഹാവ് 0 പ്ലസ് ഹാഫ് to some 0 minus half. So 0 plus modulus of 0 plus half and 0 minus half are the same. So half എന്ന് പറഞ്ഞ ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ. സ്പിന്ന് ഹാഫ് മാത്രം എടുക്കാം. ഓക്കെ, അപ്പം ഓൺലി വൺ വാല്യൂ വി ഹാവ്, ദാറ്റ് ഈസ് പ്ലസ് ഹാഫ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് ആണ്. ഓക്കെ,
ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി above we write the total occupancy here. എത്ര ന്യൂക്ലിയോൺസിന് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × J+1 ആണ്. ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എത്രയാണോ അത് × 2+1, ദാറ്റ് ഇസ് ഹിയർ ഇറ്റ് ഈസ് 2 × 12 + 1, ദാറ്റ് ഇസ് 2. ഇവിടെ നമ്മൾ എന്ത് എഴുതാം? 2 എന്ന് എഴുതും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോരോ ഷെല്ലുകൾ എഴുതി പോകാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ഷെല്ല് ഞാൻ എഴുതി, ദാറ്റ് ഇസ് എസ്. അപ്പോൾ ആദ്യം ഈ വെള്ളയിൽ എഴുതിയിട്ട് ഞാൻ കാണാതെ എഴുതി തന്നെയാണ്, കാരണം അത് നമുക്ക് അല്ലാതെ എഴുതാൻ നമുക്ക് ഒറ്റയടിക്ക് നിർവാഹമില്ലാതെ, അതർവൈസ് വി ഹാവ് ടു സോൾവ് ദ എൻറ്റയർ തിങ്സ്. ഓക്കെ. സോ ദാറ്റ് ഈസ് നമുക്ക് ഇതിൻ്റെ നമ്മുടെ സ്കോപ്പിൻ്റെ പുറത്താണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഈ SPP, DS, DF, PF, PGG നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? എസ് 1ൻ്റെ എസ് ആണ്, അതിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എഴുതി. ഓക്കെ. ഹിയർ വി റോട്ട് ദി ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. Okay, this is the occupancy. Okay, this is the shell number. Okay, so immediately we go for this next one. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ കേസിൽ നമ്മൾ പണ്ട് പറയും 1ന് എസ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തേന് SP, മൂന്നാമത്തേന് SPD, നാലാമത്തേന് SPDF, അങ്ങനെ പോവാം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ 1ന് തന്നെ എന്തുണ്ട്? യു ക്യാൻ ഹാവ് SPD everything. Okay. 2നും എന്തുണ്ട്? SPDF and everything and so and so. Okay, that depends on the potential. Okay, so second one എന്ന് പറയുന്നത് 1ൻ്റെ തന്നെ P ആയിരിക്കും. ഓക്കെ. സോ വി ഗോ ഫോർ ദി ആംഗുലർ മൊമെൻറ്റം. എത്രയാണ് അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം നോക്കാം. നോക്കിക്കോ, ഞാൻ വായിക്കാണ്. സോ P ആണ്. P എന്ന് പറയുമ്പോൾ അതിൻ്റെ L വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് L + S to L - S ആണ്. ഓക്കെ. സോ യു ഹാവ് 1 + ½ to modulus of 1 - ½ ഇത് ഇൻറ്റിജർ ഡിഫറൻസ് ആണ്. 1 - ½ 1 + ½ എന്ന് പറഞ്ഞാൽ 3/2, 1 - ½ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2. അതിൻ്റെ ഇടയിൽ വേറെ ഇൻറ്റിജർ ഡിഫറൻസ് ഒന്നുമില്ല. 3/2 - 1 is 1/2. ഇഫ് ദർ ഇസ് എനി യു ഹാവ് ടു ആഡ് ദാറ്റ് ടേം ഓൾസോ. ഓക്കെ. അപ്പോൾ 2 ആംഗുലർ മൊമെൻറ്റം ഉണ്ട്, 3/2 ഉണ്ട്, 1/2 ഉണ്ട്. അപ്പോൾ ഇവിടെ ഏത് എഴുതണം? അതിൻ്റെ ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാം. കണ്ടോ, ഇവിടെ അടുത്ത് തന്നെ ഒരു P കിടക്കുന്നത്. ഇതിൽ 2 ആംഗുലർ മൊമെൻറ്റം ഉള്ളതുകൊണ്ടാണ് രണ്ടാമതൊരു P വന്നിരിക്കുന്നത്. ഓക്കെ. സോ യു ഹാവ് അനദർ വൺ. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ആംഗുലർ മൊമെൻറ്റം യു വിൽ ഫസ്റ്റ് ഹിയർ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ആംഗുലർ മൊമെൻറ്റം വിൽ ഫിൽ ഫസ്റ്റ്. ഹയസ്റ്റ് ആംഗുലർ മൊമെൻറ്റം വിൽ ഫിൽ ഫസ്റ്റ്. എന്തുകൊണ്ടാണെന്ന് അതിൻ്റെ റീസൺ ഉണ്ട്, പറയാം. സോ വി റൈറ്റ് ദിസ് 3/2 ഹിയർ. ഓക്കെ. സോ 3/2 ആവുന്ന സമയത്ത് എത്രയായിരിക്കും ഓക്യുപ്പൻസി? 2 × 3/2 + 1, ദാറ്റ് ഈസ് 4. ഓക്കെ. 2 × 3/2 + 1, ദാറ്റ് ഈസ് 4. ഓക്കെ. അപ്പോൾ പിന്നെ അടുത്തത് ആരായിരിക്കും? അടുത്തത് ഡെഫിനറ്റ്ലി ഈ 1ൻ്റെ തന്നെ 1/2 ആയിരിക്കും. 1ൻ്റെ തന്നെ 1/2 ആയിരിക്കും. ഓക്കെ. 1/2 ആകുമ്പോൾ എത്ര ഓക്യുപ്പൻസി വരിക? 2 × 1/2 + 1, that is 2. So here it is 2. ഓക്കെ. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. ഇതുപോലെയുള്ള എഴുതാൻ പറ്റും. എല്ലാവർക്കും ഇതേപോലെ 2 സ്പ്ലിറ്റിങ്ങുകൾ ഉണ്ടാവും. ഇവിടെ ഒരു D ഉണ്ടെങ്കിൽ ഇവിടെ ഒരു D ഉണ്ടാവും. ഓക്കെ. എസ്സിന് മാത്രം ഉണ്ടാവില്ല, കാരണം എസ്സിന് ഒരു ആംഗുലർ മൊമെൻറ്റേ ഉള്ളൂ. എഫിന് 2 എണ്ണം ഉണ്ടാവും. F ഇവിടെ ഉണ്ട്. Pക്ക് 2 എണ്ണം ഉണ്ടാവും. Gക്ക് 2 എണ്ണം ഉണ്ടാവും. എല്ലാം. ഓക്കെ. So these are all the splittings of because of the half spin. Okay. എസ്സിന് L വാല്യൂ 0 ആയതുകൊണ്ടാണ് ഇല്ലാത്തത്. ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബാക്കി ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം, എന്താണ് ഇതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, എന്തൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പോരെ? ഇത് ഫില്ല് ചെയ്യുന്നത് മനസ്സിലായോ? ഡിയും കൂടെ ചെയ്തോണോ? ഡിയും കൂടെ ചെയ്യണോ? ഓക്കെ. അപ്പോൾ അടുത്ത ഡി ആവുന്ന സമയത്ത് നോക്കിക്കോ.
എന്ന് പറയുന്ന സമയത്ത് ആരുടെ ഡി ആണ്? 1-ൻ്റെ ഡി ആണ്. ഓക്കെ, 1-ൻ്റെ ഡി ആണ്. ഓക്കെ, ഡിയുടെ എൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് നോക്കാം. ഡി ഷെല്ലിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ ടോട്ടൽ ജെ എന്ന് പറയുന്നത് എൽ പ്ലസ് എസ് ടു എൽ മൈനസ് എസ്. അപ്പം ഇവിടെ ഒരു 2 പ്ലസ് ഹാഫ് ടു 2 മൈനസ് ഹാഫ് വരെ. കാരണം ജെ എസിൻ്റെ വാല്യൂ ഹാഫ് തന്നെ എപ്പോഴും. 2 പ്ലസ് ഹാഫ് എന്ന് പറയുന്നത് 5/2, 2 മൈനസ് ഹാഫ് എന്ന് പറയുന്നത് 3/2. ഓക്കെ, 5/2 3/2 ഇടയിൽ വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല, രണ്ടെണ്ണേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ 2 ആംഗിൾ മൊമെൻ്റ് കിട്ടി. അപ്പോൾ ഇവിടെ ആര് വയ്ക്കും? നമുക്ക് ഹയസ്റ്റ് ആംഗിൾ മൊമെൻ്റ് വയ്ക്കും. ദാറ്റ് ഇസ് 5/2 വിൽ ഫിൽ ഫസ്റ്റ്. 5/2 ആകുമ്പോൾ ഓക്യുപ്പൻസി 2 × 5/2 + 1 ദാറ്റ് ഇസ് 6. ഓക്കെ, പിന്നെ ഇവിടെ കിടക്കുന്നതാണ് അടുത്തത്. ആരായിരിക്കും? ഇതായിരിക്കും 3/2. ഓക്കെ, ദിസ് ഇസ് 3/2, ഓക്യുപ്പൻസി 4. അതാരുടെ തന്നെ? 1-ൻ്റെ തന്നെ. അതിൻ്റെ ഇടയിൽ കയറി വന്നത് ഇതാരാണ്? ഡെഫിനറ്റ്ലി 1-ൻ്റെ എസ് കഴിഞ്ഞു. സോ ഇതാരായിരിക്കും? 2-ൻ്റെ എസ് ആയിരിക്കും. എസിൻ്റെ എത്രയാണ്? 2-ൻ്റെ എസ് ആയാലും 1-ൻ്റെ എസ് ആയാലും എൽ വാല്യൂ എത്ര തന്നെ? എൽ വാല്യൂ 0 തന്നെ. അതുകൊണ്ട് ഇതിൻ്റെ എത്ര തന്നെ വരും? ഹാഫ് തന്നെ വരും. വിത്ത് ഓക്യുപ്പൻസി 2. ഓക്കെ, ആൻഡ് സോ ഫോർത്ത്. ഇങ്ങനെ മുന്നേ പോകും. അപ്പോൾ ഇനി വരുന്ന പി ആരുടെ ആയിരിക്കും? 2-ൻ്റെ പി ആയിരിക്കും. എഫ് ആയത്തിൻ്റെ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ബാക്കിയുള്ള ഇവിടെ ഫില്ല് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടെ എഴുതിത്തരാം. എത്രയൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഏറ്റവും വലിയ ന്യൂക്ലിയസിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള പിന്നെ ഷെൽ സ്ട്രക്ചർ ആവും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എസ്സേയുടെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു യു ഹാവ് എ ലേറ്റർ പാർട്ട് ഫോർ ദിസ്. ഓക്കെ, ഹൗ ടു അനലൈസ് ദിസ് ന്യൂക്ലിയസ്. തൽക്കാലം ഇത് എഴുതിയിട്ട് നിങ്ങൾ വെക്കുക. എന്നിട്ട് നമുക്ക് നാളെ തന്നെ നമ്മളിതിൻ്റെ ബാക്കി ഭാഗം കൂടെ എടുക്കും. ഓക്കെ, നിർത്തട്ടെ? ഓക്കെ, താങ്ക് യു.